ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണ എന്ത് ചലഞ്ചാ? നോ നോ എക്സ്പ്രഷൻ ചലഞ്ച്. നമ്മൾ ഇവിടെ ആദ്യം കഴിക്കാൻ പോണത് നാരങ്ങ കേട്ടാ. ഇത് പച്ചനാരങ്ങ ആയതുകൊണ്ട് ചിലപ്പോൾ ആ കൊള്ളാൻ ചാൻസ് ഉണ്ടെന്ന് അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ കാരണം ഞാനത് ഇത്രയും ചെറുതാക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ കഴിക്കും, എന്നിട്ടാണ് ജാനിക്ക് കൊടുക്കുള്ളൂ കേട്ടോ. ഇതിൽ വായൊക്കെ പോലെ ഇവളാടി കുറച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ നീറ്റിൽ നിലയിൽ നിർത്തില്ല. സോ ഞാൻ അതിൻ്റെ ഇച്ചിരി വലിയ പീസ് എടുത്തിട്ട് ഞാൻ അത് കഴിക്കട്ടെ. ശ്രദ്ധിച്ച് നോക്കിക്കോ, എനിക്ക് എക്സ്പ്രഷൻ വന്നിട്ടുണ്ടാകുന്നത്. എക്സ്പ്രഷൻ വന്നാൽ ഞാൻ ഔട്ടാവും. കഴിച്ചോക്കാം. എക്സ്പ്രഷൻ വന്നോ? വന്നോ? ഞാൻ കാണട്ടെ. ശോകമാണ് സാധനം. അമ്മ പറഞ്ഞ ശരിയാ. ആ തൊണ്ടിന് ഒരുമാതിരി പേടിച്ചു വരാം. തൊണ്ടിന് ഒരുമാതിരി ഇതുണ്ട്. സോ നമ്മുടെ ജാനിക്കുട്ടി കഴിക്കാൻ പോണത് ഇതിൻ്റെ ഈ ഭാഗം മാത്രവും. ഓക്കെ, ഇത് മാത്രം കഴിക്കാൻ പോളൂ. തൊണ്ടി ചവക്കണ്ട കേട്ടോ. എന്നാൽ പൊള്ളലൊന്നുമില്ല. എക്സ്പ്രഷൻ വന്നില്ലേ? ചായക്ക് എക്സ്പ്രഷൻ ഒന്നും ഇല്ല കേട്ടാ. അത് വായിലിട്ടൊന്ന് കടിച്ച് തൊണ്ട് കഴിക്കണ്ട, ആ ഒരു സാധനം മാത്രം കടിച്ച് കഴിക്കും. എക്സ്പ്രഷൻ വന്നില്ല എനിക്ക്. മേ ബി ഇതിന് വയക്ക് കടിക്കാത്തോണ്ടാണെന്ന് അറിയില്ല. എന്നാലും പിള്ളേർക്ക് പുളി ചെല്ലുമ്പോൾ എക്സ്പ്രഷൻ വരേണ്ടതാണ്. തൊണ്ടിച്ചിരി പച്ച നാരങ്ങ ആയതുകൊണ്ടാട്ടാ. വായം തുറന്ന് ഞാനൊന്ന് ടെസ്റ്റ് അടിക്കട്ടെ. ഇയാൾക്കൊരു എക്സ്പ്രഷൻ ഇല്ല. നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ട് എക്സ്പ്രഷൻ ഇല്ല. സോ ഇയാള് ജയിച്ചു ഇതില് കേട്ടാ. നമ്മ പിള്ളേരായതുകൊണ്ടൊരു തട്ടിക്കൂട്ടി സാധനം. നെക്സ്റ്റ് ഞാൻ പുളിയാണ് കൊണ്ടുവന്നേക്കണം. പുളി ഒരെണ്ണം വലുതാതെ എനിക്ക് അത് ഞാൻ കഴിക്കും, എനിക്ക് ഇഷ്ടമാണ്. ജാനിക്ക് ചെറുത്. ആദ്യം ഞാൻ തന്നെ തുടങ്ങാം ഗെയ്സ്. പോയതാ ഒരു എക്സ്പ്രഷൻ വരില്ല കാരണം എനിക്കിത് ഇഷ്ടം. ഓക്കെ അല്ലേ? എല്ലാം കൂടെ കഴിച്ച് വാളൊക്കെ ഉണ്ടാവും. സോ ഞാൻ തുപ്പിക്കളഞ്ഞ് ചായയിടാം. ഇറക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് വായിലിട്ടാൽ മാത്രം മതി. ഇയാളെ ചവച്ചരക്കണ്. ഇയാളെ ഞാൻ വിചാരിച്ച പോലെ അല്ല ഗെയ്സ്. പുളി കിട്ടുന്നുണ്ടോ ഞാനെനിക്ക്? എക്സ്പ്രഷൻ ഒന്നും മഞ്ഞില്ലല്ലേ? ജയിച്ച് തുപ്പിക്കോ തുപ്പിക്കോ. പുളി കിട്ടിയ ശരിക്കും. നീ കൊള്ളാലോ. വാങ്ങിച്ച് വാങ്ങുന്നില്ലല്ലോ. കൺഫേം അല്ലേ? വാ ഒന്ന് കഴുകണോ? വാങ്ങുന്ന കഴുകണ്ടല്ലോ. നെക്സ്റ്റ് കുറച്ച് കല്ലുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഉപ്പും എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി വാരി കേട്ടോ വായിലിടുന്നത്. ലേശം കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ വായിൽ വെച്ച് ജസ്റ്റ് കൊടുക്കുള്ളൂ. ഇറക്കൊന്നുമില്ല കേട്ടോ അവള്. പച്ചായതുകൊണ്ടാട്ടെ ഇങ്ങനത്തെ. അത് നിങ്ങൾ പരിഗണിക്കണം. എനിക്ക് ആദ്യം തന്നെ എൻ്റെ കല്ലുപ്പിന് ഭയങ്കര ഉപ്പാ. ചായക്ക് കുഞ്ഞു പീസായിട്ട് കൊടുക്കണുള്ളൂ. ഇറക്കണ്ടിട്ട് ഞാനീ ഉപ്പാട്ടാ. മന്ദബുദ്ധി പോവും, ബുദ്ധിയൊക്കെ പോവും നമ്മുടെ. ഇത് വാ കഴുകണം. ഞാനീ നാക്കിൽ കുറച്ച് വെച്ചു. ഇറക്കണ്ട, ചെറുതിങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. തനിക്കൊരു ഉപ്പും കിട്ടണില്ലേ? ഒന്നും കിട്ടണല്ലേ? ഇങ്ങനെ കാണിച്ച്
ഓക്കെ, നമ്മ തുപ്പി വായ കഴുകിയിട്ട് ഓടി വരാം കേട്ടോ. ഞാൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ തന്നെ ജയിക്കുന്നു. അതേപോലെ തന്നെ വാ കഴിയുമ്പോൾ ഇപ്പൊ ഭയങ്കര ഉത്സാഹമായിരുന്നു. നെക്സ്റ്റ് അവസാനത്തെ സംഭവം ഞാൻ കൊണ്ടുവന്നേക്കണ ഇഞ്ചിയാണ്. ഇഞ്ചി ഇച്ചിരി റിസ്ക് ഉള്ള സാധനമാണെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, സോ ഞാനാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഇഞ്ചി ഞാൻ മുന്നേ വയറുവേദനക്കൊക്കെ സമയത്തില്ലേ പ്രാന്ത് പിടിച്ച് വായിലൊക്കെ ഇട്ട് ചവച്ച് തിന്ന എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അത് വയറുവേദന എടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് അത്ര മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെ വേദന മാറിയാൽ മതി എന്നുള്ളല്ലോ. ഇപ്പൊ കഴിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എക്സ്പ്രഷൻ വരുവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കഴിച്ചു നോക്കാം. ഇഞ്ചി ഞാൻ ചാനിക്കൊടുക്കള്ള, കാരണം മുളകിനേക്കാളും സീനാണ്. ഞാൻ മൊത്തം കത്തിപ്പോയി നാക്കൊക്കെ. ഇഞ്ചി നാക്കൊക്കെ പോകുകയാണ്. സോ ജാനിക്ക് ഇത് ഇന്ന് ജാനി ജയിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ മാംഗോ കുൽഫി ഉണ്ടാക്കി കൊടുക്കും ജാനിക്ക്. അല്ലെ, ഞാൻ മാംഗോ കുൽഫി ഞങ്ങൾ ഉണ്ടാക്കണതിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതാ ജാനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഇപ്പം എടുത്ത് കൊടുക്കും. എനിക്ക് ഈ ഇഞ്ചി കഴിച്ച സീനായത് നാക്ക് മൊത്തം അങ്ങോട്ട് കത്തിപ്പോയി. അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞേ. ചാനൽ എന്തൊക്കെ ചെയ്യണം പറയും? ഷെയർ, അതേനാ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ജാനിയുടെ കൂടെ ഉള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടി മേക്കപ്പ്, അതേപോലെ തന്നെ ഇതുപോലത്തെ ചലഞ്ചൊക്കെ ചെയ്യണമായിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. നമ്മളുടെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും, അതല്ലാതെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും. ഇപ്പോൾ അധികം വീഡിയോ, ലോങ് വീഡിയോ ആയാലും ഷോർട്സ് ആയാലും അധികം ഇടാൻ പറ്റാത്തതും ഈ വീടിനെ ചുറ്റിപ്പറ്റി മാത്രം ഇടണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല, പ്രത്യേകിച്ച് പരിപാടികളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ലോഡിങ് ആണ്. അപ്പം 2K ആവുന്ന സമയത്ത് നല്ലൊരു സെലിബ്രേഷൻ പോലെയൊക്കെ നല്ലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കേണ്ട. ലോങ് വീഡിയോ പയ്യെ പുറത്തേക്കൊക്കെ ഇപ്പോൾ സ്റ്റഡീസിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ ബൈ.